ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ അധികം ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഗോപി സുന്ദറിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പുതിയതായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ നടത്താറുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പുതിയ ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട് അദ്ദേഹം തൻ്റെ പേജ് ആക്റ്റീവ് ആക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം ആളുകൾ ഈ പോസ്റ്റിന് താഴെ വന്ന് ഒരുപാട് തെറിവിളി, മോശം കമൻറ്റുകളും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫാണ്, അല്ലേ? പേഴ്സണൽ ലൈഫാണ്. അദ്ദേഹം ആരുടെ കൂടെ എപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിലൊന്നും മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം ഇടുമ്പോൾ അത് പബ്ലിക്കിനും കൂടി വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ പബ്ലിക്കിന് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൂടിയുണ്ട്. അപ്പോൾ പൊതുജനം പലവിധം, ഓരോരുത്തർക്കും അവനവൻ്റെതായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതുതന്നെയാണ് ആ പോസ്റ്റിന് താഴെ പലരും പ്രകടിപ്പിക്കുന്നത്. പലരും ഗോപി സുന്ദറിനെയാണ് ഈ കുറ്റം പറയുന്നത്. നിശ്ചിത ഇടവേളകളിൽ പാർട്ട്ണർമാരെ മാറുന്നു എന്നുള്ള തരത്തിൽ വളരെയധികം അവഹേളിച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ് ഗോപി സുന്ദറിനെ കുറിച്ച് പൊതുവേ നടക്കുന്നത്. പക്ഷേ എനിക്ക് തിരിച്ചാണ് പറയാനുള്ളത്. ഇദ്ദേഹം കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുടെ അച്ഛനാണെന്ന് അറിയാവുന്നവരാണ് നമ്മളുടെ സമൂഹത്തിലുള്ള ഭൂരിഭാഗം പേരും. കാരണം ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, ഒരു സംഗീത സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടും തികഞ്ഞ ബോധ്യം ജനങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിനോട് സഹകരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇദ്ദേഹത്തെക്കുറിച്ച് തികച്ചും അറിവുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. അത് സ്വാഭാവികം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഭാര്യ ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും ഒക്കെ വേറൊരാളോട് ഇഷ്ടം തോന്നുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് അവിടെ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇത്രയും വിമർശനം നേരിടേണ്ടി വരികയില്ല. കാരണം ഒരുപാട് പേര് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കറിയാം. പക്ഷെ അദ്ദേഹം കുറേ കാലം അവരുടെ കൂടെ താമസിക്കുകയും അത് കഴിഞ്ഞ് ആ ബന്ധം പിരിഞ്ഞ് വേറൊരാളുടെ പുറകെ പോവുകയും ചെയ്തു. സ്വാഭാവികമായും സോഷ്യൽ മീഡിയ അത് ആഘോഷിച്ചു. ആഘോഷിക്കപ്പെടുമ്പോഴൊക്കെ എതിർഭാഗത്തു നിന്ന് ജനങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങൾ കൂടുതൽ ഇറിറ്റേറ്റഡ് ആവും, അല്ലേ? അപ്പോൾ അവർ വായി തോന്നിയതൊക്കെ പറയും. അത് തന്നെയാണ് ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയുമ്പോഴും ആ പേഴ്സണൽ കാര്യങ്ങൾ ഫുള്ള് സോഷ്യൽ മീഡിയയിലൂടെ അവർ തന്നെയാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ താൻ ഓരോ പുതിയ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴും അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിലൂടെ റിവീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ സ്വകാര്യമായിട്ടല്ല ഇവരെ ആരെയും കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഗോപി സുന്ദറിനുള്ള അത്രത്തോളം പങ്കാളിത്തം ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഈ പെൺകുട്ടികൾക്കും ഇല്ലേ? അതാണ് ഞാൻ ചോദിക്കാനുള്ളത്. അത് ആരും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? കാരണം ബുദ്ധിയും ബോധവും ഇല്ലാത്ത, വിവരമില്ലാത്ത, ലോകപരിചയം ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടി അല്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം അറിയാവുന്ന, ഇദ്ദേഹത്തെ തികച്ചും അറിയാവുന്ന പെൺകുട്ടികളാണ് വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിൻ്റെ വലയിൽ ചെന്ന് ചാടുന്നത്. അപ്പോൾ അത് ആരുടെ തെറ്റാണ്? ഒരു തവണ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇതാണ്. ഇദ്ദേഹത്തിന് വസ്ത്രം മാറുന്നത് പോലെയാണ് സ്ത്രീകളോടുള്ള ഒരു സമീപനം. അതുകൊണ്ട് തന്നെ നമ്മളൊരു അകലം പാലിക്കാം. നാളെ ഞാനും ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരാം എന്ന് വിവേകമുള്ള ഏത് പെൺകുട്ടിയും ചിന്തിക്കും, അല്ലേ? പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഈ വെളിച്ചത്തിലേക്ക് പറന്നെടുക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ ഈ പെൺകുട്ടികൾ അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടരാകുകയാണ്. അപ്പോൾ അവിടെ അവരെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്, അല്ലാതെ ഇദ്ദേഹത്തിനെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? അദ്ദേഹത്തിലേക്ക് ഇവർ പറന്നെടുക്കുകയാണ്. അല്ലാതെ എല്ലാവരെയും ഇദ്ദേഹം ഓടിച്ചിട്ട് പിടിക്കുന്നൊന്നുമല്ലല്ലോ. അവർ സ്വയം മനസ്സാലെ സ്വന്തം ഇഷ്ടത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. ഇദ്ദേഹം അവരുടെ കൂടെ നിന്ന് ഓരോ ഫോട്ടോസ് ഇടുമ്പോഴും ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഇവരെ പോകുന്ന സ്ഥലങ്ങളിൽ ഉള്ള വിവരങ്ങൾ പങ്കുവെക്കുമ്പോഴും ഒക്കെ ഇവരിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ? സമൂഹം ഇത് അറിയുന്നുണ്ട്, ഞങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമൂഹം ഇത് ചർച്ച ചെയ്യപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ മാത്രം കുറ്റം പറയുന്നതിൽ എന്തർത്ഥാണുള്ളത്? തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് ചാടിക്കൊടുക്കുന്ന ഈ പെൺകുട്ടികളെയാണ് പറയേണ്ടത്, അല്ലേ? അതാരും പറയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ മാത്രം എടുത്തെടുത്ത് കാണിക്കുകയാണ്. അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്.